ബോബി ചെമ്മണ്ണൂർ 2-3 ദിവസത്തേക്ക് ജയിലിലാണ്. ഇനി ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കുക. ഇതിനിടെ ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ നീക്കം. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുക. സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ കോടതിയിൽ ഹാജരാക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, ആദ്യത്തെ വേദിയിലെ സംഭവത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസുള്ളത്. ഈ തുടർച്ചയായി ശല്യം ചെയ്തു, മറ്റു വേദികളിലും എത്തി ശല്യം ചെയ്തു, അല്ലെങ്കിൽ പല ഇന്റർവ്യൂകളിലും മോശം പരാമർശം നടത്തി എന്നൊക്കെ കൂടി പരാതി ഉണ്ടായിരുന്നു. ഈ പരാതികളിൽ വിശദാംശങ്ങൾ തേടലാണോ ഈ മൊഴിയെടുക്കലിന്റെ ഉദ്ദേശം? ശ്രീജ, അങ്ങനെ തന്നെ കരുതാം. 2 പരാതികളാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ നിലനിൽക്കുന്നത്. അതിൽ ആദ്യത്തേത് നമുക്കറിയാം, ഒരു പുരാണത്തിലെ ഒരു കഥാപാത്രവുമായി ഹണി റോസിനെ ഉപമിച്ചതാണ് ഹണി റോസിന് ഏറെ അപമാനമായി തോന്നുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പോലീസിന് പരാതി നൽകിയത്. മറ്റൊന്ന്, പല വേദികളിലും, അതായത് ക്ഷണിക്കപ്പെടാത്ത ഉദ്ഘാടന വേദികളിൽ പോലും ബോബി ചെമ്മണ്ണൂർ എത്തുകയും പിന്തുടർന്ന് ഹണി റോസിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ പറയുകയും അല്ലെങ്കിൽ ഹണി റോസിന്റെ സാന്നിധ്യത്തിൽ മോശം പരാമർശം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ പോലീസ് വീണ്ടും മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ചുമത്തിയിരിക്കുന്നത് BNS 75, IT ആക്ട് 67 വകുപ്പുകളാണ്. ഇത് പ്രകാരമുള്ള വകുപ്പ് ചുമത്തുന്നതാണ് ഇപ്പോൾ സെൻട്രൽ പോലീസും പരിഗണനയിലുള്ളത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ നടത്തിയ മറ്റ് അശ്ലീല പരാമർശങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വീണ്ടും വരുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ മറ്റ് ചില ഓൺലൈനുകൾക്ക് നൽകിയ ഇന്റർവ്യൂകളിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അത് അവതാരികയുടെ ചോദ്യത്തിന് പോലും ദ്വയാർത്ഥം വരുന്ന രീതിയിലുള്ള മറുപടി നൽകുന്നത് അടക്കം പരിശോധിച്ച് അതുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ അത് ശേഖരിക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ചൊവ്വാഴ്ചത്തേക്ക് ഇതിനൊരു വിശദീകരണം നൽകാനാണ് പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മറുപടി നൽകുമ്പോൾ ഈ ദൃശ്യങ്ങളടക്കം കൂടുതൽ പരാതികളുമായി കോടതിയെ സമീപിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. ബോബി ചെമ്മണ്ണൂരിന് കുരുക്ക് മുറുകുകയാണ്. അശ്ലീല പരാമർശ വീഡിയോകൾ കൂടി കോടതിക്ക് മുന്നിൽ സമർപ്പിക്കും. ഇനി ചൊവ്വാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിനിടയിൽ ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയാണ്.